അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ആദരണീയരായ ഉസ്താദുമാരെ, സ്നേഹാദരവുകൾ നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മഹത്തായ സുദിനത്തിലാണല്ലോ നാം ഇന്ന് നിലകൊള്ളുന്നത്. പ്രവാചക സ്നേഹം മനസ്സിൽ പൂത്തുലഞ്ഞു നിൽക്കേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ അല്പം സംസാരിക്കാം. അതിന് റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായി അയക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരറ്റ് സ്നേഹിക്കേണ്ടത് നമ്മുടെ ഓരോ മുസ്ലിമിന്റെയും ഒഴിച്ചുകൂടാനാവാത്ത ബാധ്യതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. തന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു സർവ്വരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ആരും തന്നെ പരിപൂർണ മുഅ്മിനാവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കേണ്ടത് നമ്മുടെ ഇരുലോക വിജയത്തിനും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പ്രവാചകനെ സ്നേഹിക്കൽ എങ്ങനെയാണ്? ഞാൻ നബിയെ സ്നേഹിക്കുന്നു എന്ന് വെറും വാക്ക് പറഞ്ഞതുകൊണ്ടോ നബിയെ കുറിച്ച് വാദോരാതെ പ്രസംഗിച്ചതുകൊണ്ടോ പുണ്യ നബിയോടുള്ള സ്നേഹമാകുന്നില്ല. മറിച്ച് അല്ലാഹുവും അവന്റെ റസൂലും കൽപ്പിച്ചത് അനുസരിക്കുകയും വിരോധിച്ചത് വെടിയുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അവിടുത്തെ പാത പരിപൂർണമായി പിന്തുടരണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ സ്നേഹമാകുന്നുള്ളൂ. നമ്മുടെ നബി നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. നമ്മുടെ ഇരുലോക വിജയത്തിനു വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. ത്വായിഫിൽ നിന്ന് കല്ലേറുകൊണ്ട് കണ്ണങ്കാൽ പൊട്ടി രക്തം പൊയ്കിയതും കുട്ടികളുടെ പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നതും ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ ചാർത്തപ്പെട്ടതും സ്വന്തം നാട്ടിൽ നിന്ന് ഇതര പോകേണ്ടി വന്നതെല്ലാം വിശുദ്ധ ദീനിന്റെ ഉന്നമനത്തിനും നമ്മുടെ ഉയർച്ചയ്ക്കും വേണ്ടിയാണ്. എന്തിനേറെ പറയാൻ, മരണസമയത്ത് പോലും എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞാലല്ല മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീർ തൂകിയത്. മുൻഗാമികളായ പ്രവാചകന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹിച്ചിരുന്നു. അവിടുത്തെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈമരത്തിൽ വെച്ച് ശത്രുക്കൾ ചോദിച്ചു, താങ്കൾക്ക് പകരം മുഹമ്മദിനെ വധിക്കുന്നത് താങ്കൾ ഇഷ്ടപ്പെടുന്നുവോ? മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണെന്നോ? മുഹമ്മദിനെ വധിക്കുന്നത് പോയിട്ട് അവിടുത്തെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തൊരു ഉദാത്തമായ സ്നേഹമാണിത്. പ്രിയരെ, സ്വഹാബിമാരെ പോലെ നാം മുത്തുനബിയെ അതിരറ്റി ഇഷ്ക് വെക്കണം. പുണ്യനബിയുടെ മേൽ സലാത്തുകൾ വർദ്ധിപ്പിക്കണം. അവിടുത്തെ സ്നേഹം കരസ്ഥമാക്കാൻ നമുക്കും കഴിയണം. അത്തരക്കാരിൽ അല്ലാഹു തആല നമ്മയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ് മുത്തുനബിയുടെ പേരിൽ 3 സലാത്ത് ചൊല്ലി ഞാൻ നിർത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.